നമ്മുടെ ഇന്നത്തെ വിഷയം സമാധാനം ഉണ്ടാക്കുന്നവർ എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടു, സമൂഹം വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് സമാധാനം കണ്ടെത്താൻ സാധിക്കുക? ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ട്രെസ് ടെസ്റ്റ് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകാൻ പറ്റും എന്നുള്ള ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. മനുഷ്യന് എത്രമാത്രം ബുദ്ധിമുട്ട് സഹിക്കാം, എത്രമാത്രം ക്ലേശം സഹിക്കാം, എത്രമാത്രം മാനസിക സമ്മർദ്ദം താങ്ങാൻ പറ്റും, ഇതായിരുന്നു അവരുടെ പഠന വിഷയം. അവർ പഠിക്കാൻ ആരംഭിച്ചത് ആടുകളെ വെച്ചിട്ടാണ്. ആടുകൾ ഒരു തൊഴുത്തുണ്ടാക്കി, ആ തൊഴുത്തിൽ ആടുകളെ വെച്ച് പരീക്ഷണം തുടങ്ങി. ഈ കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടിനകത്ത് നിന്നാൽ പുറത്തെന്താ നടക്കുന്നതെന്ന് അവർക്ക് കാണാൻ പറ്റില്ല. എന്നാൽ പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തെന്താണെന്ന് കാണാൻ പറ്റും. ഈ തൊഴുത്തിനകത്ത് തീറ്റ ഇട്ട് കൊടുക്കാൻ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അവിടെയെല്ലാം വൈദ്യുതി കണക്ട് ചെയ്തു, ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ആടിനെ ഇത് കഴിക്കാനായിട്ട് വിട്ടു. ഓരോ സ്ഥലത്ത് കഴിക്കാനായിട്ട് ഈ ആട് ചെല്ലുമ്പോഴും കറണ്ട് വിട്ടിട്ട് ഷോക്ക് അടിപ്പിച്ചു. ഇവിടെ ഷോക്ക് അടിക്കുന്നത് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഈ ആട് പോവും. അവിടെ കഴിക്കാൻ ശ്രമിക്കുമ്പം അവിടുന്നും ഷോക്ക് അടിപ്പിക്കും. ഉടനെ അത് ഓടി ഇപ്പുറത്തെ സ്ഥലത്തെത്തും. ഇപ്പുറത്തെ സ്ഥലത്തെത്തുമ്പം അവിടെയും ഷോക്ക് അടിപ്പിക്കും. അവിടുന്ന് ഓടി ഇപ്പുറത്ത് വരും. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം ഈ ആടിന് പേടിയായി. ആ തീറ്റയിട്ട സ്ഥലങ്ങളിൽ പോയി തിന്നാൻ ആരംഭിച്ചു. അപ്പോൾ അവർ ഷോക്ക് അടിപ്പിച്ചു. എന്നാൽ ഓരോ സ്ഥലത്തെപ്പോൾ ആ ഷോക്ക് അടിച്ചത് കാരണം പേടിച്ച ഈ ആട് ആ കൂട്ടിനകത്ത് ഒടുവിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. ആടനുഭവിച്ച ഉത്കണ്ഠ, ആൻസൈറ്റി അതിഭീകരമായിരുന്നു. എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചിട്ട് ഈ ആട് ചത്തുപോയി. രണ്ടാമത് ഇതേ സിറ്റുവേഷനിൽ ഒരാടിനെ കൊണ്ടുവന്നു. ആടിനെ കൊണ്ടുവന്ന ശേഷം തൊഴുത്തിലിട്ടു. ഈ പ്രാവശ്യം ആടിൻ്റെ കൂടെ വേറൊരു തള്ളയാടിനെ കൂടെ അകത്ത് വിട്ടു. ആടിനെ ആദ്യം കരണ്ടടിപ്പിച്ചു. ആ ആട് ഓടി വന്ന് അതിൻ്റെ തള്ളയാടിൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ബാബ എന്ന് കരഞ്ഞു. ഉടനെ തള്ളയാട് തിരിച്ചും കരഞ്ഞു, ബാബാന്ന്. ആ ആട് ഒന്നും സംഭവിക്കാത്തതുപോലെ തീറ്റ തിന്നുന്നത് തുടർന്നു. വീണ്ടും ഷോക്ക് അടിപ്പിച്ചു. ഇത് തള്ളയാടിൻ്റെ അടുത്തേക്ക് പോയി. ബേബേ എന്ന് കരഞ്ഞു. ഉടനെ ആടും റെസ്പോണ്ട് ചെയ്തു. പിന്നെയും പോയി കഴിക്കാൻ തുടങ്ങി. ഒന്നും സംഭവിക്കാത്തതുപോലെ. എന്താണ് ഈ രണ്ട് ആടുകൾ തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ടാടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കൂട്ടിൽ ഒരു തള്ളയാട് കൂട്ടിനുണ്ടായിരുന്നു. അതിന് ഉത്കണ്ഠ വന്നപ്പോൾ ആ ടെൻഷൻ, ആ സ്ട്രെസ്സ് ഈ അമ്മയാടിനോട് വന്ന് പങ്കുവെച്ചപ്പോൾ അവർക്കതിനെ അതിജീവിക്കാനായി. ഒന്നാമത്തെ കൂട്ടിൽ അവരുടെ ഉത്കണ്ഠയും അവരുടെ ടെൻഷനും സ്ട്രെസ്സും ഒന്നും ആരോടും പങ്കുവെക്കാനുണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ ആടിനെ പോലെയാണ്. നമ്മുടെ വേദനകൾ പങ്കുവെക്കാൻ ഒരാൾ നമുക്കുണ്ടാവണം. നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നമുക്കൊരാളുണ്ടാവണം. അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമുക്കൊരാളുണ്ടാകണം. നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരാളുണ്ടാകണം. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ നമുക്ക് വേണം. നമ്മൾക്ക് വാത്സല്യം കിട്ടുന്ന ഒരാളുണ്ടായിരിക്കണം. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവണം.
നമ്മൾ രക്ഷിക്കാൻ ഒരാളുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളെ താങ്ങാനാവില്ല. നമ്മൾ താഴേക്ക് താഴുമ്പോൾ നമ്മളുടെ വേദന പങ്കുവെക്കാൻ നിനക്ക് ആരെങ്കിലുമുണ്ടോ? നമ്മുടെ കുറ്റബോധത്തെ പങ്കുവെക്കാൻ നമുക്ക് ആരെങ്കിലുമുണ്ടോ? നമുക്ക് സുരക്ഷിതത്വ ബോധം നൽകാൻ ഈ ലോകത്ത് നമുക്ക് ആരെങ്കിലുമുണ്ടോ? നമുക്ക് ഓടിപ്പോകാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ സ്ഥലമുണ്ടോ? നമ്മുടെ ആശയം ഓർക്കുക, വേദപുസ്തകം അത് നമുക്ക് നൽകുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു അഭയസ്ഥാനമാണ്. വെളിപ്പാട് പുസ്തകം 1 മുതൽ ഉള്ള ഒരു നായകനെ നമുക്ക് കാണാം. അവൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ്. നിന്റെ ദുഃഖങ്ങളിൽ, നിന്റെ മനക്ലേശങ്ങളിൽ, അരക്ഷിത ജീവിതാവസ്ഥയിൽ ആശ്വാസത്തിന് നമുക്കവനെ ആശ്രയിക്കാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ കണ്ട ഈ അടയാളങ്ങളിൽ മരിക്കുന്ന ആടിനാണ് മറ്റേതൊരു പുസ്തകത്തെക്കാളും വെളിപ്പാടിൽ കൂടുതൽ ആശയം. യേശുവിനെ വെളിപ്പാട് പുസ്തകം 27 പ്രാവശ്യം കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്നു. ഒരാൾ യാഗം കഴിക്കാൻ വേണ്ടി ഒരാടിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? മിക്കവാറും ചെയ്യുന്ന പാപങ്ങൾ വേറെ ആരും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇയാൾ ഈ ആടിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഇയാൾ തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും മനസ്സിലാക്കും യാഗം കഴിക്കാനായിട്ട് പോകുമ്പോൾ. പിന്നെ ഈ ആടിന് കൊല്ലുകയും വേദനിക്കുകയും ചോര ഒഴുകുകയും പിടയുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ, കഴുത്തറക്കുമ്പോൾ ചോര ഒഴുകുന്നത് കാണുമ്പോൾ, യാഗമൃഗം പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഓർക്കണം, കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് അവർക്ക് വേണ്ടി അവരുടെ പാപത്തിൻ്റെ പരിഹാരമായി യാഗമായി തീരുന്നത് എന്നോർക്കണം. ലേവ്യ 5 മുതൽ 6 വരെ, ആ പക കാര്യത്തിൽ അവർ കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റുപറയണം. അപ്പോൾ ഈ യാഗം ചെയ്യുമ്പോൾ ഈ വ്യക്തി പാപം ചെയ്യുന്നു എന്ന് ഏറ്റുപറയുന്നതിന് തുല്യമാണ്. അതാണ് യാഗം കഴിക്കാൻ പോകുമ്പോൾ അയാൾ പാപം ഏറ്റുപറയുന്നു. ഇങ്ങനെ കുറ്റം ഏറ്റുപറയുമ്പോൾ യാഗമൃഗത്തിൻ്റെ മേലിലേക്ക് ഈ പാപം മാറ്റപ്പെട്ടു. ഈ പാപം യാഗമൃഗത്തിന് വന്നു. അപ്പോൾ ആ യാഗം പ്രതിരൂപകമായി പാപിയായി മാറി. ആളുടെ കുറ്റം ഈ മൃഗത്തിലേക്ക് വന്നു. അപ്പോൾ ദൈവകൽപ്പന അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ച ആദമും ഹവ്വയും ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് മാറ്റി. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ ആ ശിക്ഷ യേശുക്രിസ്തു അനുഭവിച്ചു തീർത്തു. ദൈവത്തിന് എണ്ണമറ്റ 10,000 യാഗങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല. ഈ മൃഗം ഒരിക്കലും പാപവിമോചനം കൊണ്ടുവരികയില്ല. എന്നാൽ ഈ യാഗമൃഗം പ്രതിനിധീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെയാണ്. എബ്രായ ലേഖനത്തിൽ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. 9-ാം അധ്യായം 11 മുതൽ 12 വരെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് പറയുകയാണ്. അതിനർത്ഥം കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനായി കൈപ്പണിയില്ല അല്ലാത്ത കൂടാരം, സ്വർഗത്തിലെ കൂടാരത്തിൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും യാഗമൃഗാദികളുടെയും രക്തത്തിന് പകരമായി ഒരിക്കലായിട്ട് യേശു അവൻ്റെ ജീവൻ ത്യാഗം ചെയ്തു, രക്തം നൽകി. അങ്ങനെ നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചു.
വാക്യം 28 ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ക്രിസ്തുവും ഒരിക്കലായി അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യൻ ചെയ്ത തെറ്റിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റുവാങ്ങിയത് കൊണ്ട് മനുഷ്യന് ആ ശിക്ഷയില്ല. അവനിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തു അവൻ്റെ രക്ഷാപദ്ധതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണ് ശിക്ഷയില്ലാത്തത്. ഒരിക്കലൊരു സ്ത്രീ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഞാനൊരു ഭയങ്കര തെറ്റ് ചെയ്തു. അത് പറയാൻ പോലും പറ്റുന്നില്ല. 17 വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിക്കുണ്ടായിരുന്ന ഒരു ബന്ധത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അന്ന് ചെയ്യേണ്ടി വന്ന അബോർഷനെ പറ്റിയൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 17 വർഷമായി ഈ സ്ത്രീ ആ കുറ്റബോധത്തിൽ നിൽക്കുകയാണ്. എന്നാൽ അത് ആ വ്യക്തിയുടെ മനസ്സിനെ തളർത്തി, അവരുടെ സന്തോഷം കെടുത്തി. ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി എന്നവർ പറയുകയാണ്. അന്ന് ആ കുഞ്ഞു ജീവൻ മടക്കിക്കൊണ്ടുവരാൻ എനിക്കാവില്ല, എൻ്റെ ഹൃദയം നുറങ്ങുന്നു എന്ന് പറയുകയാണ്. പഴയ നിയമകാലത്താണെങ്കിൽ ഒരാടിനെ കൊണ്ടുവരണം, ആടിൻ്റെ തലയിൽ വെച്ച് പാപമേറ്റു പറയണം, കുറ്റം ആ മൃഗത്തിൻ്റെ മേൽ ചാർത്തണം, നിങ്ങളുടെ പാപത്തിന് പകരം ആ ആട് മരിക്കണം. പ്രതീകാത്മകമായി നമ്മൾ പഴയ നിയമകാലത്തല്ല ജീവിക്കുന്നത്. അതുകൊണ്ടൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. പകരം യേശുക്രിസ്തുവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുക, സമ്മതിക്കുക, അതാണ് വേണ്ടുന്നത്. ആ മനുഷ്യൻ, ആ സ്ത്രീ ആ സുവിശേഷകനോട് അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ കർത്താവായ യേശുക്രിസ്തുവിനോട് പാപക്ഷമ ചോദിക്കൂ. യേശുക്രിസ്തുവിനോട് പാപക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സമാധാനം ലഭിച്ചു. കർത്താവ് നമ്മുടെ പാപങ്ങളെ പൊറുത്തു. നിങ്ങൾ അവൻ്റെ മുന്നിൽ മുട്ടുമടക്കുക, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. ആ വേദന നിങ്ങളുടെ ചുമലിൽ നിന്ന് എടുക്കപ്പെടും. നിങ്ങൾ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു കുഞ്ഞാടായി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പാപം, കുറ്റം അത് തുടച്ചു നീക്കപ്പെടും എന്ന് പറയുകയാണ്. ഓരോ കുഞ്ഞാടും ഓരോ യാഗവും കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. കുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് പാപം ദൈവത്തോട് ഏറ്റുപറയുക. കർത്താവായ യേശുക്രിസ്തു അവൾക്ക് വേണ്ടി ചെയ്ത യാഗം എന്താണ് എന്ന് അംഗീകരിക്കാൻ അവരോട് പറഞ്ഞു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ അതിനെ യേശുവിൻ്റെ യാഗത്തെ നമ്മൾ അംഗീകരിക്കണം. ഒരു പാപി ആ കുഞ്ഞാടിൻ്റെ യാഗത്തെ അംഗീകരിക്കാതെ, യേശുവിൻ്റെ യാഗത്തെ അംഗീകരിക്കാതെ പാപവിമോചനമുണ്ടാകുകയില്ല. ഒരിക്കലും കുറ്റത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയില്ല. നമ്മുടെ പാപം അംഗീകരിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവമേ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കുമോ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പാപം ക്ഷമിക്കും. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും കൂടെ തെറ്റേറ്റു പറയാം. അത് നമുക്ക് പാപക്ഷമയും ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകും. നമ്മുടെ ബന്ധങ്ങൾ നന്നായി നിലനിർത്താനും സഹായിക്കും. നമ്മൾ പറയണം, ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തു, എനിക്ക് കോപം ചെയ്തു, ഞാൻ ആ മോഹത്താൽ നിറഞ്ഞുപോയി, ഞാൻ അവിശ്വസ്തനായിത്തീർന്നു. നമ്മൾ കുറ്റം അല്ലെങ്കിൽ തെറ്റു ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ നമ്മൾ ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ ദൈവത്തോട് നമ്മൾ പറയണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കർത്താവായ യേശുവിനെ തികച്ചും സൗജന്യമായി യേശുവിനെ സ്വീകരിക്കാനുള്ള അവസരം ലഭ്യമാകും. നമ്മുടെ പകരക്കാരനായി കർത്താവായ യേശുക്രിസ്തു ആ ശിക്ഷ ഏറ്റുവാങ്ങും. റോമർ 6:23 ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ദൈവത്തിൻ്റെ ദാനം സൗജന്യമായി സ്വീകരിക്കാം. ആ സമ്മാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു. നമ്മൾ അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളായിട്ട് നമ്മുടെ പാപം മാറ്റാനായിട്ടൊന്നും ചെയ്യേണ്ട. ഓരോ വ്യക്തിയും ഇത് പിന്തുടരുമ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു ആൾറെഡി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി
യാഗമായി തീർന്നു. ഞാൻ യേശുവിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപബോധത്തിൻ്റെ വേദന ഒഴിഞ്ഞു പോകുന്നു. അതെന്നിൽ നിന്ന് യേശുവിലേക്ക് മാറുന്നു. യേശുക്രിസ്തുവിനെ ദിവ്യമായി അവൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-14 പറയുന്നു, ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പരിഹാരമുണ്ട്. അത് നിന്റെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപബോധത്തെ എന്നേക്കുമായി മാറ്റും. പാപബോധം നമുക്ക് ഭയമുണ്ടാക്കും. പാപബോധം നമുക്ക് ഉത്കണ്ഠയുണ്ടാക്കും. അത് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തെ കാർന്നു തിന്നും. അത് നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരേയൊരു ലക്ഷ്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മുടെ പാപത്തിൻ്റെ ഭാരം അവൻ വഹിക്കുകയായിരുന്നു. എഫേസ്യർ 2:8-9 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. രക്ഷകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമ്മാനമാണ്. എപ്പോഴാണ് ദൈവം ആ സമ്മാനം നമുക്ക് തരുന്നത്? ഇപ്പോൾ വിശ്വാസത്തിൽ നീ ഇങ്ങനെ പറയുമ്പോൾ, ദൈവമേ രക്ഷയുടെ സമാധാനം എനിക്ക് തരണമേ, ഞാൻ തുറന്ന ഹൃദയവുമായി വരുന്നു, ഞാൻ കാൽവരി ക്രൂശിലേക്ക് വരുന്നു, നിന്റെ സമാധാനം എനിക്ക് തരണമേ, ഞാൻ എൻ്റെ മുട്ടുകൾ മടക്കുന്നു, എൻ്റെ പാപം ഞാൻ സ്വയം സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു, എൻ്റെ ഭാരം എൻ്റെ ചുമലിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. 1 പത്രോസ് 18:19. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. വീണ്ടെടുപ്പ് ഒരു സമ്മാനമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമ്മാനം. അത് എനിക്കും നിങ്ങൾക്കും യേശുവിൻ്റെ അടുക്കൽ മുട്ടുകൾ മടക്കി വന്ന് പറയാം, കർത്താവേ എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമേ. അത് നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടാക്കും. അത് നമ്മുടെ പാപബോധത്തെ ഇല്ലാതാക്കും. അത് നമ്മുടെ കുറ്റബോധത്തെ ഇല്ലാതാക്കും. ഞാൻ പരാജിതനായി, എനിക്കറിയാം കർത്താവേ ഞാൻ തോറ്റുപോയി, എൻ്റെ പാപത്തെ കഴുകി എൻ്റെ പാപബോധത്തെ എടുത്തു കളയണമേ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മെ ദൈവത്തോട് നിരപ്പാക്കാനുമാണ് ക്രിസ്തു അവൻ്റെ രക്തം ചൊരിഞ്ഞതെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്കെഴുതിയ 5-ാം അധ്യായം 21-ാം വാക്യം പറയുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിനാണ് കർത്താവ് അങ്ങനെ ചെയ്തത്? പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപിയായി. അവൻ്റെ മുഖത്ത് നിന്ന് ഒഴുകിയ ചോരക്കറകൾ, ചോര ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അനുഭവിക്കേണ്ട പാപഭാരത്തെയാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. യേശു ചോദിക്കുന്നു കാൽവരി ക്രൂശിൽ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവൻ മനുഷ്യകുലത്തിൻ്റെ പാപം വഹിക്കുമ്പോൾ പിതാവായി ദൈവം അതിനനുവദിക്കുകയായിരുന്നു. അവൻ കുരിശിൽ കിടന്ന് മരിക്കുമ്പോഴും അവൻ്റെ തീരുമാനം, ഞാൻ രക്ഷിക്കേണ്ട ഈ മനുഷ്യരെ കുറിച്ചാണ്. നിങ്ങൾ അനുസരണക്കേട് കാട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് വരാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യാഗമാറിയത്. അവൻ നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അവൻ നിനക്ക് ക്ഷമ ദീർഘമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീരിക്കുന്നു. അവൻ്റെ കൃപയാൽ നമുക്ക് രക്ഷ നേടാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാം. അത് നമുക്ക് സമാധാനം നൽകും, ലോകത്തിന് സമാധാനം നൽകും. യേശു ക്രിസ്തു എന്ന സമാധാനത്തെ
നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റുവാങ്ങാം. യേശുവിൻ്റെ കാൽവറി യാഗത്തെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള യാഗമായി നമുക്ക് അംഗീകരിക്കാം. അവനിൽ വിശ്വസിക്കാം. അവൻ നമുക്ക് സമാധാനം നൽകും. ദൈവം അതിന് നമ്മളെ പ്രാപ്തരാക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിൻ്റെ സമാധാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ചതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ യാഗത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.